നമസ്കാരം. നമ്മൾ നാട്ടിൽ നിന്ന് കാഞ്ചീപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത ആ ദിവസത്തിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു. രാത്രി തന്നെ ഞങ്ങൾ ലഗേജൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ ടിയാഗോ കൂട്ടനെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെയും നമ്മുടെ പ്രിയപ്പെട്ട വീടും ഒക്കെ വിട്ടിട്ട് നമ്മൾ പോകുന്നതിൻ്റെ ആ ഒരു വിഷമം നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ സമയത്തുള്ള വീഡിയോസൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഞങ്ങൾ യാത്ര തിരിച്ചു. ഞങ്ങളോടൊപ്പം എൻ്റെ അമ്മയും ചേച്ചിയും ചേട്ടനും ശിവാനി മോളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കാറിൽ ആണ് വന്നത്. അപ്പോൾ ഞങ്ങളെ സാധനങ്ങളൊക്കെ കുറേ അവരുടെ കാറിലും കൂടെ വെച്ചിട്ടാണ് വന്നത്. ഏതായാലും അവർ വന്നത് നമുക്ക് ഇമോഷണലി നല്ലൊരു സപ്പോർട്ടായിട്ടുള്ള കാര്യമായിരുന്നു. അവർ ഞങ്ങളവിടെ കൊണ്ടാക്കി ഒന്ന് സെറ്റിലൊക്കെ ആക്കിയിട്ട് ഒരു ദിവസം അവിടെ നിന്നിട്ട് തിരിച്ചു പോരുന്ന ആ ഒരു പ്ലാനിലാണ് വന്നത്. പൊതുവേ യാത്രകളിൽ മഴ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പക്ഷെ അന്നത്തെ ആ ഒരു ദിവസം ഈ മഴ പെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു കേട്ടോ. നമ്മുടെ ഈ നാട്ടിലും ഈ മഴയൊക്കെ എനിക്ക് മിസ് ചെയ്യുമോ എന്നൊക്കെ ഓർത്തിട്ടുള്ള ഒരു വല്ലാതെ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. ഈ ഹൈവേയിൽ കൂടെയൊക്കെ ഞങ്ങൾ എത്ര തവണ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നോ? കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ട്രിപ്പ് പോയിട്ടുള്ളത് തമിഴ്നാട്ടിലുള്ള പല പല സ്ഥലങ്ങളിലേക്കാണ് കേട്ടോ. അപ്പോൾ അന്നൊക്കെ നമ്മളൊക്കെ ട്രിപ്പ് മോഡാണ്. അവിടെ പോയിട്ട് എന്തൊക്കെ കാണാൻ പറ്റും, എന്തൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, കഴിക്കാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. പക്ഷെ എന്നാൽ ഷിഫ്റ്റിങ്ങിൻ്റെ ആ സമയത്ത് ആ ദിവസം നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും മനസ്സിൽ വേറെ പല പല ചിന്തകളായിരുന്നു കേട്ടോ. നമ്മുടെ വീടും നാടും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഉള്ള നമ്മുടെ കംഫർട്ട് സോണ് വിട്ടിട്ട് മറ്റൊരു നാട്ടിൽ വന്ന് നമ്മൾ മൂന്നുപേരും മാത്രമായിട്ട് ജീവിക്കാൻ വരുന്നതിൻ്റെ ഒരു ആശങ്കയും, കൂടാതെ മുന്നിൽ നമ്മൾ നേരിടാൻ പോകുന്ന പുതിയ ചാലഞ്ചസ് എന്താണ്, നമ്മളെ കാത്തിരിക്കുന്ന രസകരമായിട്ടുള്ള പുതിയ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു വികാരമായിരുന്നു കേട്ടോ. നോർമലി നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് കാഞ്ചീപുരം വരെ വരാനായിട്ട് 12-12.5 മണിക്കൂർ ഡ്രൈവാണ് വേണ്ടത്. നമ്മൾ വന്ന ദിവസം കണ്ടില്ല, നല്ല ഹെവി റെയിൻ ആയിരുന്നു. പിന്നെ പിള്ളേരും ഒക്കെ ആയിട്ട് വരണം, നമ്മൾ വഴിയിലൊക്കെ ഇറങ്ങി പതിയാണ് വന്നത്. നല്ല രാത്രിയായി. നമ്മൾ കാഞ്ചീപുരത്ത് എത്തിയപ്പോൾ തന്നെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഏകദേശം ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ ഏകാംബരേശ്വര ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് പോയായിരുന്നേ. ഇവിടെ 3500 വർഷത്തിൽ പരം ഏജുള്ള ഒരു മാവ് ഉണ്ട് കേട്ടോ. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഈ ക്ഷേത്രം എന്ന് പറയുന്ന പഞ്ചഭൂതം, അതിൽ ഭൂമിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. വന്നാൽ ഭയങ്കര സമാധാനമായിട്ട് കുറേ സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. വഴിയിൽ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ വണ്ടി നിർത്തിയത്. നെൽകൃഷിയാണ്. ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകളാണ് പണിയെല്ലാം ചെയ്യുന്നത്. നല്ല വെയിലുള്ള സമയം കൂടിയാണ്. എന്നിട്ട് അവരുടെ ആ ഒരു അധ്വാനം ഉണ്ടല്ലോ. നമ്മൾ ചോറുണ്ണുമ്പോഴത്തേക്കും ഓരോ അരിമണിയുടെയും പിന്നിൽ എത്ര പേരുടെ കഷ്ടപ്പാടുണ്ടെന്ന് നമ്മുടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന ഇത്തരം കാഴ്ചകൾ പറ്റിയാലും നമ്മൾ മിസ്സാക്കാതെ തന്നെ ചെയ്യണം കേട്ടോ. കാളകളെ ഉപയോഗിച്ചിട്ട് നില ഒരുക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ പിള്ളേർ വളരെ ഇൻട്രസ്റ്റോടെയാണ് കണ്ടുകൊണ്ട് നിന്നത്. നമ്മൾ പിന്നെ ഇതിനൊന്നും എക്സ്ട്രാ ടൈം ആയി എന്നൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ വളരെ റയറായിട്ട് നമുക്ക് മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാഴ്ചകളാണ്. അവിടുന്ന് നമ്മൾ നേരെ പോയത് മഹാബലിപുരത്തേക്കാണ്. ഞങ്ങളുടെ കാഞ്ചീപുരം വീട്ടിൽ നിന്ന് ഒരു 1-1.5 മണിക്കൂറിനകത്ത് ഡ്രൈവിംഗ് ഉള്ളൂ നമുക്ക് മഹാബലിപുരം എത്താനായിട്ട്. ഞങ്ങൾ അവിടെ ആദ്യം പോയത് ഇന്ത്യ സീഷൽ മ്യൂസിയത്തേക്കാണ്. ഇവിടെയൊക്കെ നമ്മൾ ഓൾറെഡി ഞാനും വിച്ചുവും കേശുവും വന്നിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഷോർ ടെമ്പിളും അങ്ങനെ എല്ലാ സ്ഥലവും നമ്മൾ മഹാബലിപുരം ഓൾമോസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും തൊട്ടടുത്ത് നമുക്ക് വന്ന് താമസിക്കേണ്ടി വരുമെന്നൊന്നും അന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നെ അമ്മയും ചേച്ചിയും ചേട്ടനും ശിവാനിയും ഒക്കെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് ജസ്റ്റ് എല്ലായിടും ഒന്നും നമുക്ക് പോകാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം മാത്രമല്ലേ അവരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സീഷൽ മ്യൂസിയത്തും ഷോർ ടെമ്പിളും ഒക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നായിരുന്നു. വഴി കേശുക്കുട്ടൻ ഒരു സർപ്രൈസ് അഡ്വാൻസ്ഡ് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. സൈക്കിള് ചേട്ടച്ചനും ചേച്ചിയമ്മയും ചേച്ചിക്കുട്ടിയും കൂടെ ചേർന്ന് വാങ്ങി കൊടുത്തതാണ്. ഏതായാലും കാഞ്ചീപുരത്ത് വന്ന് കാമാക്ഷി അമ്മനെയും കണ്ട് തൊഴുത ശേഷം ഞങ്ങൾ രാത്രി വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ ഒരു 11-11:30 ആയപ്പോഴത്തേക്കും പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശിവാനി മോളൊന്ന് വീഴുകയും അവളുടെ താടിയെല്ലിൻ്റെ അവിടെ ഒരു 5 സ്റ്റിച്ച് ഇടേണ്ടി വന്നു. നമ്മൾ രാത്രി ആശുപത്രിയിലൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമാണ്. നാളെ എന്തായാലും അവർക്ക് തിരിച്ചു പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സ്റ്റിച്ചൊക്കെ കൊണ്ടുവേണം പോകാനായിട്ട്. അപ്പോൾ നല്ല സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നെങ്കിൽ പോലും ശിവാനി മോൾക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റിയപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും ഒന്ന് വിഷമിച്ചു പോയി. ഇത് കണ്ടില്ലേ, നല്ല രാത്രിയാണ്, 1-1.5 മണിയൊക്കെ ആയി. ആ സമയത്താണ് റോഡിൽ കൂടെ ഇങ്ങനെ ഒരു ഘോഷയാത്ര പോലെ ഇങ്ങനെ പോകുന്നത്. ഇവിടുത്തെ ഏത് ക്ഷേത്രമാണ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഏതായാലും ഇതെല്ലാം കണ്ട് കുറച്ച് നേരം നമ്മളവിടെ നിന്നു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. രാവിലെ അവർക്ക് തിരിച്ചു പോകാൻ ഉള്ളതായിരുന്നു.
അവർ തിരിച്ചു പോകുന്നതിൻ്റെ വിഷമവും അതിനോടൊപ്പം ശിവാനി മോൾക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റിയപ്പോഴത്തേക്കും കുറച്ചുകൂടെ വിഷമമായി. പിന്നെ പോയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ പുതിയ പുതിയ വിശേഷങ്ങളായിട്ടുള്ള വ്ളോഗുകൾ ഉണ്ടാവും. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ.